നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അന്ന് തന്നിരുന്നില്ലേ, ആ മെഡിക്കൽ റിപ്പോർട്ട് കൂടി എടുക്കണം. അല്ല, അതിപ്പോ അത് ഞാൻ തിരയാ. അത് എവിടെ വെച്ചോന്ന് എനിക്കറിയില്ല. നോക്കാം, എങ്ങനെയും തപ്പിയെടുത്തോളാം. അത് സാരമില്ല. സ്കാൻ റിപ്പോർട്ടല്ലേ, അത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുപ്പിക്കാം. ഓക്കെ. ഡോക്ടർ സന്ധ്യയുടെ ഉദ്ദേശം എന്താണെന്നറിയില്ല. പക്ഷേ അവര് റിപ്പോർട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. ചേച്ചി, ഇതിപ്പോൾ സന്ധ്യ ഡോക്ടറിൻ്റെ ഫൈൻഡിങ്സ് ആണല്ലോ. അതിപ്പോൾ എത്രമാത്രം ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഡോക്ടേഴ്സിനും തെറ്റുപറ്റാലോ. അത് സ്കാൻ റിപ്പോർട്ടല്ലേ, അതിലെന്ത് പറ്റാനാ? നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. ഒന്നുകിൽ ഇതേ റിപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അർച്ചനെ പുതിയൊരു സ്കാനിങ്ങിന് വിധേയമാക്കണം. നീ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. എത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞ വീട്, അതെല്ലാം പോയിട്ട് നാളെത്രയായി. ഞാൻ പറയുന്നത് കേട്ടിട്ട് മാഷിനൊന്നും തോന്നരുത്. അതെ, ആ ഗോപാലകൃഷ്ണ പണിക്കരെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ആലോചിക്കുക. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നെങ്കിലും ഒന്ന് അറിയാലോ. ഇവിടുത്തെ പ്രശ്നം അറിയാൻ ഗോപാലകൃഷ്ണ പണിക്കരോട് ചോദിക്കണ്ട കമലേ. നിനക്കറിയാത്ത എന്ത് പ്രശ്നമാ എവിടെയോ കിടക്കുന്ന ഗോപാലകൃഷ്ണൻ അറിയുന്നത്. അതുകൊണ്ടാണല്ലോ നാട്ടുകാരെ മുഴുവൻ അവിടെ പോയി കാണുന്നത്. അയാളെ പോയി കണ്ടാലെന്നും തീരുന്ന പ്രശ്നമല്ലമ്മ ഇവിടെ ഉള്ളത്. ഇനി അയാളെയും കൂടെ കണ്ട് അയാൾ പറയുന്ന പരിഹാരക്രിയ ചെയ്യാൻ ആയിരക്കണക്കിന് രൂപ വേണം. അതും കടം വാങ്ങണ്ടേ? ഒന്നിലും വിശ്വസിക്കണ്ട. ഇങ്ങനെ തത്വശാസ്ത്രം പറഞ്ഞോണ്ട് നടന്നു. മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ ഒന്നിലും അവനൊരു വിശ്വാസം ഇല്ലാതെ വരും. അനൂപേ, ഞാൻ ഓഫീസിലേക്ക് പോവാ. കുറച്ച് വർക്ക് തീർക്കണം. വരാൻ വൈകും. നീ ഇത് ആരെ കേൾപ്പിക്കാൻ പറയുക? അന്തരീക്ഷത്തിനോടോ? നീ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഓ, അപ്പൊ നിനക്കും കൂടെ വേണ്ടി നിന്റെ ഭാര്യ അമ്മയും നേരത്തെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വേണ്ട അല്ലേ? എത്രകാലം ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കും? അത് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും സ്നേഹം വേണോ അച്ഛൻ? ഡാ, മര്യാദയ്ക്ക് വന്നിരുന്ന് കഴിക്കടാ. എനിക്കൊന്നും വേണ്ട. നിനക്കിത്ര ശാഠ്യം കൂടുതലാട്ടോ. ഒന്നുകൂടെ ഒരു കൊച്ചിന്റെ തന്തയാണെങ്കിലും ഓർക്കണം. നീ ഇരിക്കടാ അവിടെ. നീ അവന് വേണ്ട എന്നാന്ന് വെച്ചാൽ കൊടുക്ക്. മോളെ, നീ ആ പണം ഇങ്ങെടുത്ത് വന്നേ. അനൂപേ, ഒരാളെ മുറിപ്പെടുത്താൻ ആയുധമൊന്നും വേണ്ട. ഒരു നോട്ടം മതി. മുഖത്ത് വരുന്നൊരു വെറുപ്പോ അവഗണനയോ മതി. മോൾ ആ പണം അവന് കൊടുത്തേ. ഈ പണം നിനക്കാരെങ്കിലും ദാനം തന്നതായിട്ട് കരുതണ്ട അനൂപേ. എങ്കിൽ ഞാൻ നിനക്ക് തരുന്നതും ദാനമാണല്ലോ. മീരയുടെ അച്ഛൻ നിന്നെ സംബന്ധിച്ച് എന്റെ സ്ഥാനത്താ. ആ അച്ഛൻ തരുന്ന പണം നീ സന്തോഷത്തോടെ സ്വീകരിക്കുക വേണ്ടത്. വലിച്ചെറിയുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യവാ. അത്യാവശ്യം കൊടുക്കാനുള്ള കടമൊക്കെ വീട്ട്. അവളുടെ സ്കൂൾ ഫീസും ബസ് ഫീസും കെട്ടണം. അതിന് മോളെ പണം ഞാൻ എങ്ങനെ അടച്ചോളാം? ആ, വാ മോളെ, ഇരിക്കും. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോവാ. വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് രണ്ടാളും സങ്കടത്തിലായെന്ന് തോന്നുന്നു. അത് പിന്നെ ഇവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ അച്ഛാ.
വല്ലപ്പോഴും ഒരിക്കലും ആതിര വരും. തിരിച്ചു പോകുമ്പോ ഏട്ടത്തിയുടെ അനിയത്തിയുടെ മുഖം കരഞ്ഞു കലങ്ങിയതുപോലെ ഇരിക്കും. അത് പിന്നെ സങ്കടം കാണില്ലേ? തീർച്ചയായും കാണും. മോളെ, നിനക്ക് ഇടയ്ക്കൊക്കെ വന്ന് ചേച്ചി ഒന്ന് കണ്ടൂടെ? മാഷിനോടും കമലയോടും ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണം. അച്ഛനിപ്പോ അങ്ങനെ തനിയെ എങ്ങോട്ടും പോവാറില്ല. എന്നാ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാലോ, അതും കുറവല്ലേ? പൊതുവെ അച്ഛൻ ഫോൺ വിളി വളരെ കുറവാ. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു ചോദിച്ചാൽ രണ്ട് വാക്കിൽ നിർത്തും. ഇവിടെ അങ്ങനെ തന്നെ ആതിര. അച്ഛന് ഫോൺ അലർജിയാ. ചോദ്യവും ഉത്തരവും മാത്രം. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഇഷ്ടം. അനൂപ് കമ്പനി പോകുന്നുണ്ടല്ലേ? കുറച്ചുകൂടെ ശമ്പളം കിട്ടുന്ന കമ്പനിയിലേക്കൊന്ന് മാറാൻ പറഞ്ഞൂടെ? അനൂപേട്ടൻ അവിടെ തന്നെ വർക്ക് ചെയ്യും. ഞങ്ങളെല്ലാരും കുറെ പറഞ്ഞു നോക്കിയതാ വേറെ കമ്പനി നോക്കാൻ. ചിലരങ്ങനെയാ മോളെ, കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കും. നോക്കട്ടെ, ഞാൻ അനൂപിനോട് സംസാരിക്കാം. മോളിവിടെ നിൽക്കേ. സന്ദീപ് ഒന്ന് വരുമോ? എന്താ എടുത്തി? അത് മോന്റെ കയ്യില് എന്തെങ്കിലും കാശിരിപ്പുണ്ടാവോ? പിന്നെ നിങ്ങളുടെ കോളേജിൽ കഴിഞ്ഞ ദിവസം സ്ട്രൈക്ക് ആയിരുന്നു എന്ന് കേട്ടു. പിന്നെ ആകെ ബഹളമായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? അവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണം സ്ട്രൈക്കിന്? എത്ര വേണം എടുത്തി? ഒരു 1000 മതി. ഞാൻ ഒന്നാമതേ പണം കൈക്കൊണ്ട് നടക്കാറില്ല. ഞാൻ ഏട്ടനോട് അച്ഛനോട് വാങ്ങിത്തരാം. അയ്യോ അതൊന്നും വേണ്ട സന്ദീപേ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏടത്തേക്ക് ഏട്ടനോട് ചോദിച്ചാൽ എന്താ? ഏടത്തിയുടെ ഭർത്താവല്ലേ? അതിലെന്താ ഇത്ര കുറച്ചില്? ഞാനാണേ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് ആവശ്യത്തിനുള്ള പണം എടുത്തിട്ട് തിരിച്ചു കൊടുക്കും. എന്റെ പരിപാടി അതാ. ഏടത്തി വിഷമിക്കണ്ട, ഒരു മിനിറ്റ്. ചില ക്ലാസ് ആണെങ്കിൽ ഭയങ്കര ബോറാ. സച്ചിയേട്ടാ, ഇങ്ങ് വന്നേ. നോക്കിയിട്ടില്ല. ഇവനെ കാശ് മുഴുവൻ അടിച്ചു മാറ്റും കേട്ടോ. എനിക്ക് എന്റെ ഏട്ടന്റെ പോക്കറ്റ് അല്ലാതെ നാട്ടുകാരെ പോക്കറ്റ് അടിക്കാൻ പരിപാടി മരമണ്ടി. ഇത് എനിക്ക്. നീയും വെച്ചോ നിന്റെ കൈക്കൂലി. എന്തെങ്കിലും ബാക്കി വെച്ചേക്കണേ ഇതില്? പേഴ്സിൽ നിറയെ പണമുണ്ട്. ആർക്കൊക്കെ പോക്കറ്റ് മണി വേണം? പറഞ്ഞോ. എഴുത്തിക്ക് വേണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.